എന്തൊക്കെ പറഞ്ഞാലും സ്കൂളുള്ള ദിവസമാണെങ്കിൽ എല്ലാ പണിയും വേഗം തീരും. ഇതിപ്പോൾ എന്നാ പറഞ്ഞ് സമയം 10-11 മണിയായി. അപ്പോൾ എന്തായാലും ചോറെല്ലാം അവിടെ വെന്തിട്ടുണ്ട്. വഴുതിനിങ്ങ കായ് കൂട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ കുറച്ച് പയറെടുത്ത് വറുത്ത് ബാക്കിയുള്ളത് ഇതാ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്തല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്നാ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. അതെല്ലാം പോട്ട്. അപ്പോൾ ഒരു കടലോളം വെള്ളമുണ്ട് പയറിൻ്റെ അകത്ത്. അതവിടെ വറ്റിട്ടല്ലേ. അപ്പോഴേക്കും അത് ഏകദേശം വറ്റി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയിട്ടൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചെമ്മീൻ കറി അവിടെ ആകുന്നുണ്ട്. അടുപ്പിലതാ ഗ്യാസുമില്ലതാ മറ്റേ എന്തെന്ന് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വഴുതിനിങ്ങും പയറുമില്ലേ, അവരേക്ക് ഒന്നും മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പം മൊഞ്ച് മാത്രമല്ല ടേസ്റ്റും ഉണ്ടാവുമായിരിക്കും അല്ലേ. അങ്ങനെ തന്നെ അങ്ങനെ 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 പറഞ്ഞ് എവിടെയോ കാട് കയറിയ പോലെ ഇപ്പം അല്ലേ. എവിടെയും കാട് കയറിയിട്ടില്ല. അപ്പോൾ ഇതാ ബാക്കിയുള്ള കടുക് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് പിന്നെ ഉണക്ക ചെമ്മീൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പോയതാണ്. കൈ അങ്ങ് പൊള്ളി. പിന്നെ ഞാൻ ആമീനെ തേടിയുള്ളൊരു നടപ്പാണ്. ആമീൻ്റെ അടുക്കള ഇതാണ് കേട്ടാ. അപ്പോൾ അവളാടുന്നുണ്ടല്ലോ, കുക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ പരിപാടി നോക്കാമല്ലേ. അങ്ങനെ അതാ നമ്മളിനിയിപ്പോൾ തേങ്ങ വറക്കാനാണ്. എന്തിനാന്നോളി ഈ തേങ്ങ. അപ്പോൾ ആമി ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ്. വാവ് സൂപ്പർ എന്ന് പറഞ്ഞ് അതാ ആ ഒരു സമാധാനത്തിലോളം അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ആൾക്ക് കൊടുക്കുന്നതാണ് കേട്ടാ. അപ്പം അമ്മേൻ്റെ കീടിയിലും കുമ്പളങ്ങി ഇതാ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം ബാക്കി തെച്ച് ഉറുമ്പ് തിന്ന് തീർത്ത ഒരു മാളം പോലെ അല്ലെ ഗുഹ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഉറുമ്പ് വെച്ച പണി നോക്കിയാട്ടെ, എത്ര ശ്രമിച്ചിട്ടുണ്ടാവും അത് തെച്ചു അങ്ങ് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാർക്ക് കയ്യോ ഇത്രത്തോളം തിന്ന് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒത്തുപിടിച്ച മലയും പോരുന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആയതാണ് കേട്ടാ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ കറിയെല്ലാം അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നേരത്തെ ഉണക്ക ചെമ്മീൻ കറി, ഇപ്പം ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ 2 ദിവസമായി വാങ്ങി ഫ്രിഡ്ജിൽ മരവിച്ച് കിടക്കുന്നത്. അപ്പോൾ ആമീൻ്റെ പിറന്നാളിനാക്കാന്നെല്ലാം വിചാരിച്ച് അപ്പോൾ സ്കൂളിലോണ്ട് പിന്നെ വെജിറ്റബിൾ ബിരിയാണിയിലെല്ലാം ഒതുക്കി പിറ്റേ ദിവസമായ ഇന്നാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അത് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ഉണക്ക ചെമ്മീൻ കറി എല്ലാം പിന്നെ ചിക്കൻ കൂട്ടൂല. അപ്പോൾ അച്ഛനും പിന്നെ കൂട്ടത്തിന് നമ്മളും കൊടുക്കും ഒരു ടച്ചിങ്സ്. അപ്പോൾ ഇതാ ഏട്ടൻ ചോറ് വിളമ്പുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ആരും പറയണ്ട ഓനെന്നാ കുറച്ച് ചോറെല്ലാം വിളമ്പി കൊടുത്തൂടെയെന്ന് എനിക്കൊന്നും പറയണ്ട. ഇതെല്ലാം അവനവന് വേണ്ടത് അവനവൻ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടാ. അപ്പോൾ ഇതാ എന്നാ വേണ്ടേന്ന് വെച്ച് നീ അങ്ങോട്ട് പോകുന്നുണ്ടാ അനക്കൊരു കലമ്പെല്ലാം കിട്ടി. പക്ഷെ ഞാൻ പോവില്ല മോനെ, ഞാൻ ഇതെല്ലാം വിളമ്പോ. എന്നിട്ട് ഇനി തിന്നുന്നത് കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഫോണെടുത്ത് എറിയുന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അഥവാ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയല്ലേ. എറിയൂല, എറിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ മൂപ്പറനെ വാങ്ങി തരണ്ടോണ്ട് അതാ. അങ്ങനെ ഇതാ കറിയെല്ലാം എടുത്തിട്ട് പിന്നെ എല്ലാം മാന്ത പൊരിച്ചതുണ്ടായിരുന്നു. അപ്പം മാന്ത വേണ്ടാന്നെല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഒരു മൊഞ്ചിനാടെ